അടുത്ത ചോദ്യം, പിന്നെന്താ ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷനും ലിൻസി ഗ്രാഹം സെനറ്റർ മറ്റുള്ളവർ ഇന്ത്യക്കെതിരെ 500% ഈ സംഭവം, അതായത് ടാരിഫ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചതിൻ്റെ കാര്യം എന്ത്? ഇതാണ് റിയൽ ആയിട്ടുള്ള ഈ സ്റ്റോറിയുടെ പുറകിലുള്ള, ഇതിൻ്റെ പിറകിലുള്ള കഥ എന്താണ്? അതാണ് ഞാൻ പറഞ്ഞ ഡിപ്ലോമാറ്റിക് ആയിട്ട് ആൾക്കാർ പറയുന്നു അതിൻ്റെ പുറകിലൊരു സംഭവം കാണും. ഇത് ഇഷ്യൂ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ക്രിസ്മസ് സീസൺ, അതേപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യയിലെ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന ആക്രമണമാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നം. അതാണ് ഇതിൻ്റെ സംഭവം എന്ന് പറയുന്നത്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, അമേരിക്ക എന്ന് പറയുന്നത് ഒരു യൂറോപ്യൻ രാജ്യമല്ല. കാരണം യൂറോപ്യൻ രാജ്യങ്ങൾ അധികവും കാത്തലിക്സ് ആണ്, വളരെ ലിബറൽ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കാത്തലിക്സ് ആണ്. അമേരിക്കൻ കാത്തലിക് ഡിഫറൻ്റ് ആണ്. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട, പ്രത്യേകിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന് പറയുന്നത് ഇവർ ഹാർഡ് കോർ ക്രിസ്ത്യൻസ് ആണ്. ഇവർ സോഫ്റ്റ് അല്ല. ഇവർ ഭയങ്കര കൺസർവേറ്റീവ് ഇവാഞ്ചലിക്കൽ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻസ് ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് ഹാർഡ് കോർ ആയിട്ടുള്ള കൺസർവേറ്റീവ് കാത്തലിക്സ്. ഇതാണ് ഇതിന്റെ പ്രശ്നം. ഇന്ത്യയിൽ ഈ ക്രിസ്മസ് സംഭവത്തിൽ ഇത്രയും വലിയ പ്രശ്നം നടന്നു, ഇത്രയും വലിയ സംഭവം ഗ്ലോബലായിട്ട് പോയി. ഗ്ലോബലായിട്ടുള്ള മീഡിയ, അമേരിക്കൻ മീഡിയ ഒക്കെ ഇത് ഭയങ്കരമായിട്ടാണ് റിപ്പോർട്ട് ചെയ്തത്. സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും രൂക്ഷമായ ഭാഷയിലാണ് പറഞ്ഞത്. അതിൻ്റെ അകത്ത് പലരും ചോദിക്കുന്ന സംഭവമുണ്ട്, അമേരിക്കയിൽ എത്രയോ ഹിന്ദു ക്ഷേത്രങ്ങളുണ്ട്, അവിടെ എത്രയോ പേര് വന്ന് ഫ്രീ ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു, പറയുന്നു. എത്രയോ അവിടെ അമേരിക്കൻസ് ഇതുമായിട്ട് വിശ്വസിക്കുന്നുണ്ട്, അമേരിക്കൻ ഒറിജിൻസ്. അവിടെ ഒന്നും പ്രശ്നമില്ല, കാരണം അവരതിനുള്ള ഫ്രീഡവും സ്വാതന്ത്ര്യവും എല്ലാം കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഇന്ത്യയിൽ ഒരു ക്രിസ്ത്യാനിക്ക് ബൈബിളും കൊണ്ട് നടക്കാൻ പറ്റില്ലേ?